ഹലോ, ഇതെൻ്റെ സ്കൂളിലത്തെ എക്സിബിഷൻ ആട്ടോ. എൻ്റെ അടുത്ത് കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു, അവനിക. വേറെ ആരെയല്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാൽ തൃപ്പൂണിത്തറമ്പലത്തിൽ പോയൊരു വീഡിയോയിൽ അവളെ കാണിച്ചിരുന്നു. ആ ഫ്രണ്ടാണ് ഈ ഫ്രണ്ട്. അപ്പോൾ എക്സിബിഷന് പോയപ്പോൾ തന്നെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ ആ ഒരു പീക്കോക്ക് കണ്ടോ, അതെൻ്റെ ഫ്രണ്ട് ആദ്യം ചെയ്തതാണ്. അപ്പോൾ പിന്നീട് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നി. എക്സിബിഷൻ കാണാൻ പോയി. വേറെ എക്സിബിഷൻ അല്ല, ഈ ടീച്ചേഴ്സ് പല പല ക്ലാസ്സിലായിട്ടാട്ടോ വെച്ചേക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും അങ്ങനെ സയൻസും ഒക്കെ ആയിട്ട് വേറെ വേറെ. അപ്പം ഞങ്ങൾ പോയപ്പോൾ ക്ലേ വെച്ചുണ്ടാക്കിയ മാലയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് പിന്നെ മൂണിൻ്റെ സർഫസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ക്ലേ വെച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ലാതെ പിന്നെ കുറേ ഇങ്ങനെ ബുക്സൊക്കെ പോലെയുള്ള ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് അവിടെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ കണ്ടു. ആദ്യം തന്നെ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചത്, ചേച്ചി എത്രയൊക്കെ ഇതിൻ്റെയൊക്കെ വരാമെന്നാണ് ആദ്യം ചോദിച്ചത്. പിന്നെ അവിടെ കഥകളിയുടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മലയാള എക്സിബിഷൻ ആട്ടോ. അപ്പം അതിൻ്റെ കൂടെ വേറെ കഥകളിയായിട്ട് റിലേറ്റ് ചെയ്ത ടൈപ്പ് ഊണിൻ്റെ മേളം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചാപ്റ്ററിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സദ്യ പോലെയുള്ള സംഭവം, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. പിന്നെ ഇത് ഒരു വെള്ളമൊക്കെ വെച്ചിട്ട് ഇത് ഞങ്ങൾ സംസ്കൃത എക്സിബിഷൻ കാണാൻ പോയപ്പോൾ ഞങ്ങൾ കണ്ടതാട്ടോ. ഇപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ എങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ 3D ഒന്നും ആക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ആർട്ടിക്കിൾസിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി. പിന്നെ അത് എൻ്റെ അടുത്ത് തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, അവിടെ നിന്ന് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ ഞാൻ കാണുക ചെയ്തായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്തുനിന്ന് ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഇംഗ്ലീഷ് ആട്ടോ ഞങ്ങൾ കാണാൻ പോയത്. ഞാൻ ഇംഗ്ലീഷിന് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടൊരു സംഭവമാണ്. ഇടിക്കുമ്പോൾ കട്ടിയായിട്ടും പിന്നെ ഞങ്ങൾ അത് തൊടുമ്പോൾ നല്ല ജെല്ലി പോലെ ഈ ഒരു വൈറ്റിലൊക്കെ ആക്കാനായിരുന്നു കുറച്ചും കൂടി സുഖം. പക്ഷെ ഓറഞ്ച് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് കളറിൽ ഇതേ സാധനം തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടാ. പിന്നെ അത് ഉണങ്ങി വരുമ്പോൾ ഒരു മാറ്റൊക്കെ ആയിട്ട് വരും. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി. ഫസ്റ്റ് ഞങ്ങൾ ഒരു ബർഗർ വാങ്ങി, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീണ്ടും ഒരെണ്ണം കൂടി വാങ്ങി. പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളൊരു ലഞ്ച് ടൈമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വേറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ പാർക്കിൻ്റെ സൈഡിൽ നിന്നെല്ലാം കഴിക്കുകയൊക്കെ ചെയ്തിട്ട്, പിന്നെ എന്തായാലും ഇവിടുത്തെ വരെ വന്നില്ലേ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് February 28-നായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലോട്ടൊക്കെ പോയി. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെല്ലാവർക്കും ബൈ.